പല ഫോട്ടോസിലും വിഷ്ണുവിന്റെ കാൽപാദത്തിന്റെ ഭാഗത്തായിട്ടാണ് ലക്ഷ്മി ദേവിയെ കാണുന്നത്. അതുകൊണ്ട് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ പുരുഷനെ സെർവ് ചെയ്യണം എന്നൊക്കെയാണ്. സത്യത്തിൽ ആ ഫോട്ടോയിൽ ദർ ഈസ് നോ മെൻ ഓർ വിമൻ ഈസ് റെപ്രസെൻറ്റഡ് ഓർ മെൻ ടു ബി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിഷ്ണു നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയാവുന്ന സമ്പത്തിൻ്റെ ദേവത നമ്മളെ സെർവ് ചെയ്യാൻ റെഡിയാണ് എന്നാണ്. ഈ സമ്പത്തിൻ്റെ ദേവത ജലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എപ്പോഴും ഒരു ഫ്ലോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പുരാണങ്ങളനുസരിച്ച് ലക്ഷ്മി ദേവി ചഞ്ചലയാണ്, നിശ്ചലയല്ല. അഹങ്കാരമുള്ളിടത്ത്, എപ്പോഴും പ്രശ്നങ്ങളുള്ളിടത്ത്, ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയിക്കാതെ പവർ ഉണ്ട് എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഒന്നും തന്നെ ലക്ഷ്മി ദേവി നിലനിൽക്കുന്നില്ല. ഈ സമ്പത്തിന്റെ ദേവത കുടികൊള്ളുന്നത് ധർമ്മം, റെസ്പോൺസിബിലിറ്റി, എല്ലാത്തിനും ഒരു ക്രമം, ഇമോഷണൽ ബാലൻസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. ഉള്ളതും കൂടി പോയാലോ എന്നുള്ളൊരു പേടി കാരണം എല്ലാം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു മനസ്സോടുകൂടി തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുമ്പോൾ, അങ്ങനെ ആത്മാർത്ഥത പോലും ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷ്ണുവിൻ്റെ അംശം ക്ഷയിച്ച് ഇല്ലാതാവുകയാണ്. സസ്റ്റൈനർ വീക്കാവുമ്പോൾ അവിടെ വെൽത്ത്, സമൃദ്ധി ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ലക്ഷ്മി ഇല്ലാതെ വിഷ്ണു ഇല്ല, അവിടെ സ്റ്റാഗ്നേഷനാണ്. വിഷ്ണു ഇല്ലാതെ ലക്ഷ്മിയും ഇല്ല, അത് ഇൻസ്റ്റബിലിറ്റിയും ആണ്. അപ്പം മണി എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ലക്ഷ്മി ദേവി ആ വെൽത്തിനെ സെർവ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നു എന്നാണ്.